ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഓരോ നാമങ്ങളുടെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക എന്നുള്ള 17ാമത്തെ മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്ത മന്ത്രം വക്തലക്ഷ്മി പരീവാഹ ചലൻ മീനാഭലോചന എന്നുള്ളതാണ്. ഇത് 18ാമത്തെ മന്ത്രമാണ്. ദേവിയുടെ മുഖപദ്മമാണ് ചിദഗ്നികുണ്ഡത്തിൽ നിന്ന് ദേവി ഉയർന്നു വന്നപ്പോൾ എല്ലാവരും കണ്ടത്. അതുകൊണ്ട് ദേവിയുടെ മുഖാരവിന്ദമാണ് ആദ്യം വർണ്ണിക്കപ്പെട്ടത്. അതിൻ്റെ പുരികം, ദേവിയുടെ പുരികം സാക്ഷാത് മന്മഥൻ്റെ വീടിന് ഒരു തോരണം പോലെ മുമ്പിൽ കാണുന്ന ഒരു വാതിൽ പോലെയാണ്. ആ മുഖാരവിന്ദത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ധൈര്യം കൊണ്ടാണ് മന്മഥൻ സാക്ഷാത് പരമേശ്വരനെ കാമവശകനാക്കാൻ അമ്പെയ്തത് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇനി ദേവിയുടെ കടാക്ഷം, അതിനെയാണ് ശ്രീ ലളിതാ സഹസ്രനാമം വർണ്ണിക്കുന്നത്. മൂക്കകവി എന്ന് പറയുന്ന കവി കടാക്ഷത്തിനെ മാത്രം 100 ശ്ലോകങ്ങൾ, ഒരു ശതകം എന്ന് സംസ്കൃതത്തിൽ പറയും, കടാക്ഷ ശതകം എന്ന് അതിനെ വർണ്ണിച്ചു. 100 ശ്ലോകങ്ങളെ കൊണ്ടാണ് അദ്ദേഹം ദേവിയുടെ കടാക്ഷത്തെ പറ്റിയിട്ട് പറയുന്നത്. ലളിതാ സഹസ്രനാമം വളരെ ചുരുക്കത്തിലാണ് ദേവിയുടെ രൂപവർണ്ണന പറയുന്നത്. പക്ഷേ അത് വളരെ ഗഹനമായിട്ടും അർത്ഥഗർഭമുള്ളതായിട്ടുമാണ് കാണപ്പെടുന്നത്. വക്ത്രം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ മുഖം എന്നാണ്. വക്തലക്ഷ്മി മുഖശ്രീയുടെ പരീവാഹ പ്രവാഹത്തിൽ ചലൻ മീനാഭലോചന, ചലിച്ചുകൊണ്ടിരിക്കുന്ന, ചലൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ടെൻസാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്, ചലിച്ചുകൊണ്ടേയിരിക്കുന്ന മീനാഭ, മീനങ്ങളുടെ ശോഭയോട് കൂടിയിട്ടുള്ള, ലോചന തൃക്കണ്ണുകളോട് കൂടിയവൾ എന്നാണ് എൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ഒരു നദിയുടെ പ്രവാഹം ഒരിക്കലും ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. ആ ദേവിയുടെ മുഖത്തിൻ്റെ ലക്ഷണം, മുഖത്തിൻ്റെ സൗന്ദര്യം ഒരു നദീപ്രവാഹം പോലെ, ഒരു നിമിഷം പോലെയല്ല അടുത്ത നിമിഷം, ഒരു നിമിഷം ഒരു ഭാവം, അടുത്ത നിമിഷം വേറൊരു ഭാവം, ഓരോരുത്തർ കാണുന്നതനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ദേവിയുടെ സൗന്ദര്യം അനുനിമിഷം വിവിധ ഭാവങ്ങളെ ഉണ്ടാക്കുന്നു. നാനാഭാവപ്രകാശിനി എന്ന് ദേവിയെ നമ്മൾ വർണ്ണിക്കും. ആ പ്രവാഹത്തിൽ, ആ സൗന്ദര്യ ലക്ഷ്മിയുടെ, ആ മുഖശ്രീയുടെ സൗന്ദര്യ പ്രവാഹത്തിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്ന തൃക്കണ്ണുകൾ ഉള്ളവൾ എന്നാണ് ഇതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. ചലൻ എന്നുള്ള വാക്ക് ഇതിൽ വളരെ അർത്ഥഗാംഭീര്യം ഉള്ളതാണ്. അത് പലതാണിത് അർത്ഥം തരുന്നത്. സാധാരണ മീനുകൾ, ഇതൊരു സാങ്കല്പികമാണ്, കവിസങ്കല്പമാണ്. തൻ്റെ കുഞ്ഞുങ്ങളെ അത് സ്പർശിക്കാറില്ല, നോട്ടത്തിലൂടെയാണ് മുട്ട വലുതാവുന്നത്, വളരുന്നത് എന്ന് പറയും. ആധ്യാത്മിക പരിഭാഷയിൽ ഗുരുക്കന്മാർ തൻ്റെ ശിഷ്യന്മാരെ 3 രീതിയിൽ അനുഗ്രഹിക്കാറുണ്ട് എന്ന് പറയും. സ്പർശം, നയനം, സങ്കല്പം. ശിഷ്യൻ ഗുരുവിനെ നമസ്കരിക്കുന്നു, ഗുരു തൻ്റെ ശിഷ്യനെ ശിരസിൽ തൊട്ട് അനുഗ്രഹിക്കുന്നു. അങ്ങനെ തൻ്റെ കരസ്പർശം കൊണ്ട്, ശിഷ്യനെ തൊടുന്നത് കൊണ്ട് ശിഷ്യനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു ദീക്ഷാ സമ്പ്രദായം, ഇത് സ്പർശദീക്ഷ എന്ന് പറയും. നയനദീക്ഷ എന്ന് പറയുന്നത്, അത് ഉദാഹരണമായിട്ട് ഇത് ഒരു സാധാരണ പക്ഷികളൊക്കെ തൻ്റെ മുട്ടയുടെ മുകളിൽ ഇരിക്കുന്നു, അതിൻ്റെ മുട്ട വികസിക്കുന്നു, അത് കുഞ്ഞായിട്ട് പുറത്തു വരുന്നു, അതിനെ തള്ള വളർത്തുന്നു. ഇങ്ങനെയാണ് ഈ സ്പർശത്തിൻ്റെ ഒരു ഉദാഹരണം പറയാറുള്ളത്, തൊട്ട് അനുഗ്രഹിക്കുക എന്നുള്ളത്. നയനം എന്ന് പറയുന്നത് മീനുങ്ങളെയാണ് ഇതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത്.
സാധാരണ മീനുകൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ തൊടാറൊന്നുമില്ല. നോക്കിയിട്ട് ആ കടാക്ഷം കൊണ്ട്, നോക്കുന്നത് കൊണ്ട് ആ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാവും, അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നുള്ളതുപോലെ ശിഷ്യനെ തൻ്റെ കടാക്ഷം കൊണ്ട്, തൻ്റെ നോട്ടം കൊണ്ട് അവരുടെ ശക്തി സഞ്ചാരം ശിഷ്യനിൽ ഉണ്ടാകുന്നു, ശിഷ്യനിൽ മാറ്റമുണ്ടാകുന്നു. ഋജുവായിട്ടുള്ള ദൃഷ്ടി കൊണ്ട് എന്നെ നോക്കി അനുഗ്രഹിക്കണം എന്നൊക്കെ വിവേക ചൂടാമണിയിൽ ശിഷ്യൻ ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. ഋജ്വാതി കാരുണ്യ സുധാഭിവൃഷ്ട്യ എന്ന് പറയും. എന്നെ നേരെ നോക്കി അങ്ങയുടെ അമൃതപ്രവാഹം പോലത്തെയുള്ള ദൃഷ്ടി കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും. അത് നയനദീക്ഷയാണ്. സങ്കല്പദീക്ഷ എന്ന് പറയുന്നത് ഒരു ആമ തൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലാറേ ഇല്ല. ദൂരെ നിന്നുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുന്നു. അങ്ങനെ ആ ആമയുടെ കുഞ്ഞുങ്ങൾ വളരുന്നതായിട്ടും, അങ്ങനെ ഗുരുവിൻ്റെ സങ്കല്പമാത്രയിൽ ശിഷ്യൻ അടുത്തുണ്ടായാലും ഇല്ലെങ്കിലും, ദൂരെയാണെങ്കിലും അകലെയാണെങ്കിലും എവിടെയാണെങ്കിലും ഗുരു തൻ്റെ സങ്കല്പമാത്രേണ ശിഷ്യനെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം ശിഷ്യന് ആധ്യാത്മികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളതിനെ സങ്കല്പദീക്ഷ എന്ന് പറയും. ഇവിടെ ചലൻ മീനാഭലോചന, മീനുങ്ങളെപ്പോലെ എന്ന് പറയും. മധുര മീനാക്ഷി ഒരിക്കലും കണ്ണടയ്ക്കാറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ മീനുങ്ങളെപ്പോലെ തൻ്റെ നയനം കൊണ്ട്, തൻ്റെ നോട്ടം കൊണ്ട് ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതായിട്ടും, അതുപോലെ സാധാരണ മീനുകളും കണ്ണടച്ച് ഉറങ്ങാറില്ല എന്ന് പറയും. അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് ചെല്ലും, കണ്ണടയ്ക്കാതെ തന്നെ അത് ഉറങ്ങുന്നതായിട്ടും പറയപ്പെടുന്നു. അതുകൊണ്ട് സർവോപകാരകരനായ സദാർദ്രചിത്ത, എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദേവി കണ്ണടയ്ക്കാറേ ഇല്ല. ഓരോ നിമിഷവും തൻ്റെ മക്കളെ പറ്റിയിട്ടും തൻ്റെ ഭക്തന്മാരുടെ അഭിവൃദ്ധിയെ പറ്റിയിട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ മകന് എന്ത് സംഭവിച്ചു, ഈ മകൻ്റെ രോഗത്തിൻ്റെ എങ്ങനെ പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഭ്രുവോ ഭുഗ്നേ കിഞ്ചിത് ഭുവന ഭയഭംഗ വ്യസനി, ഭുവനത്തിലുള്ള ഓരോരുത്തരുടെയും വ്യസനങ്ങളെ മാറ്റുവാൻ, അവരുടെ ശോകതാപങ്ങളെ ഇല്ലാണ്ടാക്കുവാൻ ദേവി സദാ തൽപരയായിട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് മീനാഭലോചന എന്നുള്ള വാക്കുകൊണ്ട് ഈ നാമത്തിൽ പറയുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ ഓരോ അംഗങ്ങളും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വങ്ങളുമാണ് ഇതിൽ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.